ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തും, അതായത് കേരളത്തിലെ മന്ത്രിസഭയാണെങ്കിലും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിസഭയാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ സെയിം ആണ്. കേന്ദ്രത്തിൻ്റെ മന്ത്രിസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തെ കുറച്ച് ആർട്ടിക്കിൾസിൻ്റെ നമ്പേഴ്സ് പഠിച്ചിരിക്കണം. അതുപോലെ കേരളത്തിലെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭയെക്കുറിച്ച് വരുമ്പോഴത്തേക്കും അത് വേറൊരു ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഡിഫറെൻറ്റ് ടോപ്പിക്സ്, അതായത് ഒന്ന് കേന്ദ്രത്തിലെയും ഒന്ന് സംസ്ഥാനത്തിലെയും ആയതുകൊണ്ട് രണ്ട് പ്രത്യേകം ആർട്ടിക്കിൾസിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കണ്ടന്റ് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ആർട്ടിക്കിൾസ് മാത്രമാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുള്ളത്. സിലബസിൽ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് യൂണിയനിലെയും സ്റ്റേറ്റിലെയും ഈ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ പ്രത്യേകം സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് രണ്ടിടത്തും ആപ്ലിക്കബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രസിഡന്റിനെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഗവർണറിനെ കുറിച്ച് പഠിക്കാൻ കുറച്ച് ഐഡിയ കിട്ടും. പ്രധാനമന്ത്രിയെ കുറിച്ച് പഠിച്ചാൽ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ച് പഠിക്കാൻ നന്നായിട്ട് പറ്റും. അതുപോലെ പാർലമെന്റിനെ കുറിച്ച് പഠിച്ചാൽ ഇവിടുത്തെ നിയമസഭയെക്കുറിച്ച് പഠിക്കാനും നമുക്ക് നല്ലൊരു ധാരണ കിട്ടും. അതുപോലെയാണ് മന്ത്രിസഭയെക്കുറിച്ച് പഠിച്ചാൽ, കേന്ദ്രത്തിലെ മന്ത്രിസഭയെക്കുറിച്ച് പഠിച്ചാൽ കേരളത്തിലെ മന്ത്രിസഭ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല തറവായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാകും. ആകെ ആർട്ടിക്കിൾസ് മാത്രം രണ്ട് കാര്യങ്ങളായതുകൊണ്ട് രണ്ടിടത്തെ കാര്യങ്ങളായതുകൊണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ സെയിം കാര്യം രണ്ടിടത്തായിട്ടാണ്. അപ്പം അത് മാത്രമാണ് നമുക്ക് ആർട്ടിക്കിൾസിൻ്റെ നമ്പേഴ്സ് മാത്രം നിങ്ങൾ മാറി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഈ ക്ലാസ്സിൽ സ്റ്റേറ്റിലെയും സെൻട്രലിലെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കാര്യം ഒരുപോലെ നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്. ഓക്കെ, മാത്രമല്ല ക്യാബിനറ്റ് എന്താണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്താണ്, മന്ത്രിസഭയും ക്യാബിനറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 74 കിടക്കാം. ആർട്ടിക്കിൾ 74 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രധാനമന്ത്രിയും വേണം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാൻ. ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ വിത്ത് ദ പ്രൈം മിനിസ്റ്റർ അറ്റ് ദ ഹെഡ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ്. അപ്പം മന്ത്രിസഭയുടെ തലപ്പത്ത് അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ ഹെഡ് പ്രധാനമന്ത്രിയാണ്. പ്രസിഡന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും, അല്ല, ചിലപ്പോൾ ഗവർണർ ആണെന്നൊക്കെ തോന്നും. അപ്പം അതായത് കേന്ദ്രത്തിൻ്റെ മന്ത്രിസഭ എന്നൊക്കെ കാണുമ്പോഴത്തേക്കും പാർലമെന്ററി മന്ത്രിയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ എന്താണ് അതിൻ്റെ ഉത്തരം? പ്രസിഡന്റും അല്ല, പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്ററാണ് എന്ന് ഓർക്കുക. ഈ മന്ത്രിസഭയുടെയും പ്രൈം മിനിസ്റ്ററിൻ്റെയും ജോലി എന്താണ്? പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം ആർട്ടിക്കിൾ 74 എഴുതിയിരിക്കുന്നത്. ഹൗവർ ദ പ്രസിഡന്റ് മേ റിക്വയർ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ടു കൺസിഡർ സച്ച് അഡ്വൈസ് ആൻഡ് ദ പ്രസിഡന്റ് ഷാൽ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അഡ്വൈസ് ടെൻഡഡ് ആഫ്റ്റർ സച്ച് റീകൺസിഡറേഷൻ. അതായത് ഇപ്പം പ്രസിഡന്റിനെ ഉപദേശിക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ മന്ത്രിസഭയുടെ ജോലി. കാരണം എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് ഒപ്പുവെക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. പ്രസിഡന്റ് ഓക്കെ പറയുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ വരുമ്പോൾ പ്രസിഡന്റ് വേണം എല്ലാം ചെയ്ത്, എല്ലാം മുന്നിൽ നിന്ന് ചെയ്യാൻ ആര് വേണം? പ്രസിഡന്റ് വേണം. നമുക്കറിയാം, ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ അതിഥിയെ വിളിക്കുന്ന പോലെയാണ് പ്രസിഡന്റിൻ്റെ റോള്. നമ്മളെല്ലാം പണിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടനം കൂടെ ചെയ്താൽ മതി, പരിപാടി തീരും. അപ്പം ആ ഒരു ഫൈനൽ സ്റ്റെപ്പ് നടത്തുന്ന എപ്പോഴും ആരാണ്? പ്രസിഡന്റാണ്. ആ ഫൈനൽ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ചെയ്യിക്കണം എന്ന് പിറകിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്നവരാണ് ആര്? മന്ത്രിസഭയിലുള്ളവർ. എന്തൊക്കെ രാജ്യത്ത് എന്തൊക്കെ വലിയ വലിയ പോളിസീസ് ഉണ്ടായാലും അവസാനം അത് മന്ത്രിസഭയുടെ ചിന്തകളിലൂടെ അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സിലൂടെ സ്ട്രാറ്റജീസിലേക്കും കൂടെയാണ് പ്രസിഡന്റിലെത്തി പ്രസിഡന്റ് സൈൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ മന്ത്രിസഭയുടെ ജോലിയാണ് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഫൈനൽ ഓക്കെ പറയുക എന്നുള്ളതാണ് മന്ത്രിസഭയുടെ ജോലി, പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യുന്ന വഴി. അപ്പം ഈ ഒരു കാര്യം വേണമെങ്കിൽ പ്രസിഡന്റിന് ഇൻഡിവിജ്വലി മന്ത്രിസഭയിൽ ഉപദേശിക്കാൻ വരുന്ന മന്ത്രിസഭയോട് ചോദിക്കാം, ഒന്ന് ചെറുതായിട്ട് റീകൺസിഡർ ചെയ്യുന്നോന്ന്. അപ്പം വേണമെങ്കിൽ മന്ത്രിസഭയ്ക്ക് പ്രസിഡന്റ് പറഞ്ഞിട്ട് റീകൺസിഡർ ചെയ്യുകയും ചെയ്യാം പല ഒപ്പീനിയനും. അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ. ആർട്ടിക്കിൾ 74 ഇതാണെന്ന് ഓർത്തിരിക്കാം. 75 വരുമ്പോഴത്തേക്കും എന്താണ്? 75 അപ്പോയിൻമെൻ്റ് ആണ്. പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആരൊക്കെയാണ്, എന്തൊക്കെ പോർട്ട്ഫോളിയോയാണ് എന്തൊക്കെ പോർട്ട്ഫോളിയോയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആരാണ് അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് നിർമ്മല സീതാരാമൻ അവരാണ് ആര്? ഫിനാൻസ് മിനിസ്റ്റർ. ഇത് ആരുടെ തീരുമാനമാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനമാണ്. ആ വ്യക്തി ഒരാളാണ് ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ പോർട്ട്ഫോളിയോ വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയാണ് ആരൊക്കെ എന്തൊക്കെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഈ തീരുമാനിച്ചിട്ട് പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റിനോട് പറയുന്നത്, ഇനി അപ്പോയിൻറ്റ് ചെയ്തോളൂ. അപ്പോൾ പ്രസിഡന്റിൻ്റെ ജോലി എന്താണ്? അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ളവരെ
തിരഞ്ഞെടുക്കുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പം എലക്ട് ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രി. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ആരെയൊക്കെ ഇതിൻ്റെ അകത്ത് കൂട്ടുന്നത്, ആ ഗ്രൂപ്പിലേക്ക് നീ കയറി വാ, ഞാൻ ഇന്ന മന്ത്രിയാക്കുന്നു, നീ എൻ്റെ വലം കൈ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള എല്ലാവരെയും മന്ത്രിമാരാക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അവരെ പ്രധാനമന്ത്രിയുടെ അഡ്വൈസ് പ്രകാരം ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റാണ്. അതാണ് ആർട്ടിക്കിൾ 75 വരുന്നത്. പിന്നെ ആർട്ടിക്കിൾ 74 ഒരു കാര്യമുണ്ട്. നമ്മുടെ പാർലമെന്റിൽ നടക്കുന്ന എല്ലാ നിയമങ്ങളും സ്ക്രൂട്ടിനി ചെയ്യാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം ഈ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിനെ ഉപദേശിക്കും പല കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ ഈ ഉപദേശം ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് ചെന്ന് ചകഞ്ഞു നോക്കാൻ ആർക്ക് അധികാരമില്ല? ജുഡീഷ്യറിക്ക് അധികാരമില്ല. കാരണം നമ്മൾ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്ന ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. ജുഡീഷ്യറി വേറൊരു സെറ്റാണ്. അവർ ഉണ്ടാക്കിയ നിയമങ്ങളെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാണോ അല്ലയോ എന്ന് നോക്കേണ്ടത്. അവരൊരിക്കലും എക്സിക്യൂട്ടീവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ലേക്കും കടന്നു കയറാൻ ജുഡീഷ്യറിക്ക് അവകാശമില്ല. എക്സിക്യൂട്ടീവിലൊരു കാര്യം നടക്കും, ലെജിസ്ലേച്ചറിലൊരു കാര്യം നടക്കും, ജുഡീഷ്യറിയിലൊരു കാര്യം നടക്കും. സെപ്പറേഷൻ ഓഫ് പവേഴ്സാണ്. എല്ലാ കാര്യങ്ങളും, ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടാനൊന്നും ജുഡീഷ്യറിക്ക് അധികാരമില്ല. പ്രസിഡന്റിനോട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്തും പറയട്ടെ, അത് അവരുടെ വീട്ടിലെ കാര്യം, അത് ജുഡീഷ്യറി നോക്കി നിൽക്കാനേ വഴിയുള്ളൂ. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ വാക്ക് കേട്ട് പ്രസിഡന്റ് ഒരു ബില്ല് സൈൻ ചെയ്ത് നിയമമായി കഴിഞ്ഞ് ആ നിയമം കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമായാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ജുഡീഷ്യറിക്ക് കൈകടത്താൻ അധികാരമുള്ളൂ നമ്മുടെ ഇന്ത്യയിൽ. ഒരിക്കലും നിയമം ആകുന്നതിന് മുന്നേ ഈ നിയമം കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിന് എന്തെങ്കിലുമൊക്കെ ഉപദേശം കൊടുക്കുമ്പം ജുഡീഷ്യറിക്ക് കയറി ഇടപെട്ട് അതിനെ ജുഡീഷ്യൽ റിവ്യൂവിനൊന്നും ഒരിക്കലും ബാധകമാക്കാൻ പറ്റത്തില്ല. സോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിന് നൽകുന്ന അഡ്വൈസസ് ഒരിക്കലും ജുഡീഷ്യറിയുടെ കീഴിൽ വരുന്നതല്ല, ജുഡീഷ്യൽ റിവ്യൂയുടെ കീഴിൽ വരുന്നതല്ല. അതിൽ കോടതിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. പക്ഷേ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരു പോളിസി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പോളിസി എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് പറയാൻ പറ്റും ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വിരുദ്ധമാണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ ഇവർ തമ്മിൽ, പ്രസിഡന്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും തമ്മിലുണ്ടാകുന്ന ചർച്ചകൾ ഒരിക്കലും ജുഡീഷ്യറിക്ക് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ കീഴിൽ വരുത്താൻ പറ്റത്തില്ല. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് നമ്മൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സിൽ വിശ്വസിക്കുന്നു. ലെജിസ്ലേച്ചർ ഒരു ഹൗസ്, എക്സിക്യൂട്ടീവ് വേറൊരു ഹൗസ്, പിന്നെ അതുപോലെ ജുഡീഷ്യറി വേറൊരു ഹൗസ്. ഈ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. അവരവരുടെ കാര്യം അവരവർ നോക്കും, വേറൊരാളുടെ കാര്യത്തിൽ മറ്റൊരാൾ കയറി ഇടപെടത്തില്ല. ഓക്കെ, 75 ആർട്ടിക്കിൾ 75 അപ്പോയിൻമെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രി പറയുന്ന ആളെയാണ് ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 91st അമെൻമെൻറ്റ് 2003. 91st അമെൻമെൻറ്റ് 2003, അതായത് 91ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം മന്ത്രിസഭ എന്ന് പറയുന്നത് ലോക്സഭയിൽ ഇപ്പോൾ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? 550 പേർക്ക് ലോക്സഭയിൽ എലക്ട് ചെയ്ത് ഇരിക്കാൻ പറ്റും. അതാണ് ലോക്സഭയുടെ കപ്പാസിറ്റി. ഈ 550-ൽ 15%, ഈ ടോട്ടൽ 550-ൽ 15% പേരെ ആരാകാൻ പാടുള്ളൂ? മന്ത്രിമാരാകാൻ പാടുള്ളൂ. പണ്ടൊക്കെ കോയിലേഷൻ ഗവൺമെൻറ് വരുമ്പോൾ, തൂക്ക് മന്ത്രിസഭകൾ വരുമ്പോൾ കുറേ പാർട്ടികൾ കൂടെ ചേർന്നാണ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അപ്പോൾ എല്ലാ പാർട്ടിയും പറയും, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും വേണം 3-4 മന്ത്രിമാർ. ഒരു 5 പാർട്ടി ഉണ്ടെങ്കിൽ 5 പാർട്ടി 50 മന്ത്രിമാരെ വേണമെന്ന് പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? മന്ത്രിമാരുടെ എണ്ണം കൂടും. ഇപ്പം സാമാജികർ എംപിമാരൊരു 550 എംപിമാരുണ്ടെങ്കിൽ അതിൽ 150 മന്ത്രിമാരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ. അല്ലെ 550-ൽ 250-ഓ 270-ഓ മന്ത്രിമാരുണ്ടെങ്കിലോ നമുക്ക് ചുമ്മാ ഓരോ പോർട്ട്ഫോളിയോ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക, മന്ത്രിയാക്കുക, ഇത് തന്നെ പരിപാടി. പ്രധാനമന്ത്രിക്ക് അതിനുള്ള അധികാരമുണ്ടല്ലോ. അപ്പം എന്താ സംഭവിക്കുക? വരുന്ന എല്ലാവരും അങ്ങ് മന്ത്രിമാരാകും. അപ്പോൾ അത് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു നിയമനിർമ്മാണത്തിലേക്കൊന്നും അത് വഴി തെളിക്കത്തില്ല. അതുകൊണ്ട് ഒരു നിയമം ഉണ്ടായി 991 അമെൻമെൻറ്റ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിലൊരു തിരുത്തുണ്ടായി. ഏതിലാണ്? ആർട്ടിക്കിൾ 75-ൽ. ആർട്ടിക്കിൾ 75-ൽ 91st അമെൻമെൻറ്റ് ഓഫ് 2003 പ്രകാരം എന്താണ് പറയുന്നത്? ലോക്സഭയിലെ 15%, ലോക്സഭയിലെ 15%-ൽ കൂടുതൽ എന്താകാൻ പാടില്ല? മന്ത്രിസഭയിൽ ആളുകൾ ഇരിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ 550 പേരാണ് ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്. ഈ 550 എംപിമാരിൽ നിന്നുമാണ്, മെമ്പർ ഓഫ് പാർലമെൻറ്റിൽ നിന്നുമാണ് എത്ര പേരെ, ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഒരു 50 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 50 പേരെയും സുഖിപ്പിക്കാൻ 50 പേർക്കും മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കാൻ പറ്റുമോ? മന്ത്രി ഓഫ് തോട്, മന്ത്രി ഓഫ് റോഡ്, മന്ത്രി ഓഫ് ആകാശം, അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ മന്ത്രിസ്ഥാനം വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. 50
പേരുണ്ട്, 50 പേരെ മന്ത്രിമാരാക്കി വാഴ്ത്താൻ പറ്റും. പക്ഷെ അങ്ങനെ വാഴ്ത്തരുത്. 15% കൂടുതൽ ഒരിക്കലും എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നും ആർട്ടിക്കിൾ 75 പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എ മെമ്പർ ഓഫ് ഈതർ ഹൗസ് ഓഫ് പാർലമെന്റ് ബിലോങ്ങിങ് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി ഹു ഇസ് ഡിസ്ക്വാളിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ ഷാൾ ഓൾസോ ബി ഡിസ്ക്വാളിഫൈഡ് ഓൺ അപ്പോയിന്റിംഗ് ആസ് എ മിനിസ്റ്റർ. അപ്പം ഡിഫെക്ഷൻ കൂറുമാറി വരുന്ന ഒരു മെമ്പർ ആ പേരും പറഞ്ഞുകൊണ്ട്, അതായത് കൂറുമാറ്റത്തിൻ്റെ പുറത്ത് ആരെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടൊരു മെമ്പർ ഉണ്ടെങ്കിൽ ആ മെമ്പറെ മന്ത്രിയായിട്ടും ഒരിക്കലും അദ്ദേഹത്തിന് മന്ത്രിയായിട്ട് ഇനിയാണെങ്കിലും മന്ത്രിയായിട്ട് ഒരിക്കലും അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്ക്വാളിഫിക്കേഷനൊക്കെ ഒരു കാലം കഴിഞ്ഞുള്ളൂ, അത് കഴിഞ്ഞാൽ അവർക്ക് മത്സരിക്കുകയൊക്കെ ചെയ്യാം. അപ്പം മന്ത്രിയാകാൻ അവർക്ക് പറ്റത്തില്ല. അതും ഈ ഒരു അമെൻമെൻറ്റിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഓഫീസ് ഇവർ ഈ ഓഫീസ് നിൽക്കുന്നത് കറക്റ്റ് ടെന്യൂറൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും മന്ത്രിയായിട്ട് എപ്പോൾ വേണമെങ്കിലും പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് കാരണം ഇത് പ്രസിഡൻറ്റിൻ്റെ പ്ലഷറിലാണ്. പ്രസിഡൻറ്റിന് മാറ്റാൻ തോന്നുമ്പോൾ പ്രസിഡൻറ്റ് അങ്ങ് മാറ്റും ഇവരെ. എപ്പം പ്രധാനമന്ത്രി പറയുകയാണ് പ്രസിഡൻറ്റിനോട് മാറ്റിക്കോ, ഇവനെ മാറ്റിക്കോ, ഇവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ഏതാണോ മന്ത്രി ആ മന്ത്രിയുടെ സ്ഥാനം പോവും. അപ്പം ഇതിന് പറയുന്നത് പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ് എന്നാണ്. പ്രസിഡൻറ്റിൻ്റെ പ്ലഷർ അനുസരിച്ചാണ് അവരവിടെ നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ആണെങ്കിലും നമുക്ക് അവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ. ഇറങ്ങിപ്പോക്കോന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി അങ്ങ് പോകത്തില്ലേ? അപ്പം അതുപോലെയുള്ളൂ ഈ കാര്യമൊന്ന് ഓർക്കാം. അപ്പം പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ്, ദേ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് പ്രസിഡൻറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ നേരത്തെ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ, ആർട്ടിക്കിൾ 75 കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം, മന്ത്രിസഭയിൽ ഒരു 10 പേരുണ്ടെന്ന് വെക്കുക. മന്ത്രിസഭയിൽ അതിലൊരു മന്ത്രിയെ അവിശ്വാസ പ്രമേയം കാണിച്ച് ലോക്സഭയിൽ എന്ത് ചെയ്തു? താഴെ ഇറക്കി. അപ്പം 10 പേരുള്ള മന്ത്രിസഭയിൽ ഒരാളാണ് താഴെ ഇറങ്ങിയത്. പക്ഷേ 10 പേരും താഴെ ഇറങ്ങേണ്ടതായിട്ട് വരുന്നു. അതായത് 10 പേരുള്ള മന്ത്രിസഭയിൽ ഒരാൾ കാണിച്ച അല്ലെങ്കിൽ ഒരാൾക്കെതിരെ വരുന്ന അവിശ്വാസ പ്രമേയം പാസ്സായാൽ ആ മന്ത്രിസഭ മൊത്തത്തിൽ താഴെ വീഴും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. NCCയുടെ ഒക്കെ പരേഡിന് പോയിട്ടുള്ളവർക്കറിയാം, ആരെങ്കിലും ഒരാൾ, ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ പണിഷ്മെൻ്റ് ആയിട്ട് ആ ആൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് മുഴുവനും പണിഷ്മെൻറ്റ് കൊടുക്കത്തില്ല. ഒരു 10 റൗണ്ട് ആ ഗ്രൂപ്പ് ഫുൾ ഓടിക്കോളാൻ പറയത്തില്ലേ? അതുപോലുള്ളൊരു അവസ്ഥയാണ് ഈ ഒരു സംഭവം. അതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരുമിച്ചുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രധാനമന്ത്രിയെ പോലെ തന്നെ ഒരു മന്ത്രിയാകാൻ പറ്റും. ഹൗസിലെ മെമ്പർ അല്ലാത്ത വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മന്ത്രിയാകാൻ പറ്റും. 6 മാസം കൊണ്ട് എങ്ങനെയെങ്കിലും MP ആയാൽ മതി. എവിടെയെങ്കിലും ഇലക്ഷനൊക്കെ നിന്ന് രാജ്യസഭയിലോ ലോക്സഭയിലോ MP ആയാൽ മതി. ഇപ്പം BJP ഗവൺമെൻറ്, നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ട് നരേന്ദ്രമോദി, അദ്ദേഹം പ്രധാനമന്ത്രി ആയെന്ന് വെക്കുക. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പം അദ്ദേഹത്തിനൊരു വ്യക്തിയെ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ആ വ്യക്തി കറൻ്റ് ഒരു ഇടത്തെ മെമ്പർ അല്ലെങ്കിൽ പോലും, മെമ്പർ ഓഫ് പാർലമെൻറ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ ഒരു മന്ത്രിയാക്കാൻ പറ്റും നരേന്ദ്രമോദിക്ക്. എന്നിട്ട് പിന്നീട് ഏതെങ്കിലും 6 മാസത്തിനുള്ളിൽ ഒരു ഇലക്ഷനിൽ നിന്ന് എങ്ങനെയും ഒരു MP ആയിട്ട് അദ്ദേഹത്തിന് വന്നാൽ മതി. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് മന്ത്രിസഭയിൽ അംഗമാകണമെങ്കിൽ MP ആകണമെന്ന് നിർബന്ധമില്ല. 6 മാസം കൊണ്ട് അതായത് മന്ത്രിയായതിനു ശേഷം 6 മാസം കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് MP ആയാലും മതി എന്നുള്ളത് ഓർക്കുക. ഈ ഒരു സംഭവം ബ്രിട്ടൻ്റെ പാർലമെൻറ്റിൽ ഇല്ല. നമ്മൾ ബ്രിട്ടൻ്റെ പാർലമെൻറ്റിൽ നിന്നാണ്, പാർലമെൻ്ററി കസ്റ്റംസ് ആണ് ഫുൾ ഫോളോ ചെയ്തത്. പക്ഷേ ബ്രിട്ടനിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന ചില കാരണങ്ങളാണ് ഇതെന്നുള്ളതും ഓർക്കുക. ദ സാലറി ആൻഡ് അലവൻസ് ഓഫ് മിനിസ്റ്റർ ഷാൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദ പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റാണ് ഇവരുടെയൊക്കെ അലവൻസ് കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നും ഓർക്കുക. പിന്നെ ആർട്ടിക്കിൾ 77 കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അത് പ്രധാനമന്ത്രിയിൽ നമ്മൾ പറയുന്ന സെയിം കാര്യങ്ങൾ തന്നെ. 78 ആർട്ടിക്കിൾ 78 അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ആർട്ടിക്കിൾ 88 വരുമ്പോഴത്തേക്കും ഓരോ മിനിസ്റ്ററിനും ഉള്ള റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളുമാണ്. റൈറ്റ്സ് ഓഫ് മിനിസ്റ്റർ ആസ് റെസ്പെക്ട് ദ ഹൗസസ്. അപ്പം ആർട്ടിക്കിൾ 88 കുറിച്ച് പറയാം. എവറി മിനിസ്റ്റർ ഷാൽ ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിംഗ്സ് ഓഫ് ഈതർ ഹൗസ്, എനി ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ ഹൗസസ് ആൻഡ് എനി കമ്മിറ്റി ഓഫ് പാർലമെന്റ് ഓഫ് വിച്ച് he or she may be named as member, but he or she is not entitled to vote. അപ്പം ഒരു മിനിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഷാൽ ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ പ്രൊസീഡിംഗ്സ് ഓഫ് ഈതർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. അപ്പം ഒരു മിനിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഹൗസിലും ചെന്നിരിക്കാൻ പറ്റും. പക്ഷേ ഏത് ഹൗസിൽ ചെന്നിരുന്നാലും അവിടെ പോയി വോട്ട് ചെയ്യാൻ അവകാശമില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഹൗസിൽ പോയി നിന്ന് പ്രൊസീഡിങ്സ് കേൾക്കാൻ പറ്റും. ജോയിൻറ്റ് സിറ്റിങ്ങിനാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് ചെല്ലാൻ പറ്റും. ഏത് പാർലമെൻ്ററി കമ്മിറ്റിയിലാണെങ്കിലും അദ്ദേഹത്തിന് മെമ്പറാണെങ്കിൽ അദ്ദേഹത്തിന് ഏത് ഹൗസിലും ഈ ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ഓർക്കാതെ വലിയ കാര്യമില്ല. നമ്മൾ പ്രിവിലേജസ് ഓഫ് മെമ്പേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറയും. ഏത് ഹൗസിൽ പോയിരിക്കാവോ, വോട്ട് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ പ്രിവിലേജസ് ഓഫ് പാർലമെൻറ്റ് മെമ്പേഴ്സിൻ്റെ എന്നുള്ളത് സിലബസിൽ പറയുന്നുണ്ട്. നമ്മളത് വിശദമായിട്ട് പഠിക്കും. ഓക്കെ,
പിന്നെ ഉള്ള കാര്യം, നമ്മൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് പ്രസിഡൻറ്റിന് ഒരു അഡ്വൈസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അഡ്വൈസ് ബൈൻഡിങ് ആണോ അല്ലയോ എന്നുള്ളതാണ്. പ്രസിഡൻറ്റിന് ബൈൻഡിങ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 47 ആർട്ടിക്കിൾ 44 അമെൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 42 44 അമെൻമെൻറ്റും പ്രസിഡൻറ്റിനെ അത് ബൈൻഡിങ് ആക്കി വെച്ചു. പണ്ട് അത്രയും ബൈൻഡിങ് അല്ലായിരുന്നു. പക്ഷേ അമെൻമെൻറ്റ് വഴി 42 and 44 അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് അഡ്വൈസ് റെൻഡഡ് ബൈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മാൻഡേറ്ററി ടു പ്രസിഡൻറ്റ് എന്ന് ഓർക്കുക. ഓക്കെ, ബൈൻഡിങ് ആക്കി പ്രസിഡൻറ്റിന് അത് എന്ത് ചെയ്യണം, ബൈൻഡിങ് ആക്കി. അതനുസരിച്ച് പ്രസിഡൻറ്റിന് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലെത്തി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓത്തിലോ അല്ലെങ്കിൽ അതായത് നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുന്നതിലൊക്കെ ഓത്ത് ഓഫ് സീക്രസിയും ഇവരും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇപ്പം ഇത്രേ ഉള്ളൂ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ആർട്ടിക്കിൾ 75 പറയുന്നുണ്ട്. എ ടീം, അതായത് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വർക്ക് ആസ് എ ടീം, ഒരു ടീമായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, മന്ത്രിസഭ എന്ന് പറയുന്നത്. ആൻഡ് സ്വിം ആൻഡ് സിങ്ക് ടുഗദർ, അത് അവർ സിങ്ക് ചെയ്യുന്നതും, അവർ മുങ്ങിപ്പോവുകയാണെങ്കിലും നീന്താനാണെങ്കിലും ഒരുമിച്ചേ ഉള്ളൂ. അതിൽ ഒരാൾ മുങ്ങിയാൽ എല്ലാവരും മുങ്ങും, അതിൽ എല്ലാവരും നീന്തിയാൽ എല്ലാവർക്കും നീന്താൻ പറ്റും. ഓക്കെ, അപ്പം സ്വിം ആൻഡ് സിങ്ക് ടുഗദർ എന്നാണ്. വെൻ ദ ലോക്സഭ പാസസ് നോ കോൺഫിഡൻസ് അഗെയിൻസ്റ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവിശ്വാസ പ്രമേയം ലോക്സഭ പാസ്സാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരാൾ താഴെ വീണാൽ മതി, ബാക്കി എല്ലാവരും താഴെ വീഴും എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞായിരുന്നു. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മരണശേഷമോ അല്ലെങ്കിൽ അദ്ദേഹം റിസൈൻ ചെയ്യുവാണെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും എന്താകും, റിസൈൻ ആകും. കാരണം പ്രധാനമന്ത്രി അഡ്മിനായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. ആ പ്രധാനമന്ത്രി മൊത്തത്തിൽ ആ ഒരു ഗ്രൂപ്പിനെ ക്യാൻസൽ ചെയ്താൽ എന്താ സംഭവിക്കുക? ആ ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പ് മൊത്തത്തിൽ എന്താകുന്നു, ഡിസേബിൾഡ് ആകുന്നു. അത് വേറൊരു പ്രധാനപ്പെട്ട ആൾ അല്ലെങ്കിൽ വേറൊരു ലീഡർ വന്നിട്ട് ഞാൻ ഇനി അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കണം. അങ്ങനെയാണ് മന്ത്രിസഭ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഇപ്പം മന്ത്രിമാരും എല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ ഈവൻ തോ അവർക്ക് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു തീരുമാനത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓൾസോ മീൻ ദാറ്റ് ദ ക്യാബിനറ്റ് ഡിസിഷൻ ബൈൻഡിങ് ടു ഓൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അതായത് ക്യാബിനറ്റ് എന്ത് പറയുന്നോ, ക്യാബിനറ്റും മന്ത്രിസഭയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നെക്സ്റ്റ് പറയാം. അപ്പം അതായത് മന്ത്രിസഭയിൽ എന്താണ് തീരുമാനമെടുക്കുന്നത്? ഇപ്പോൾ 50 പേരുള്ള മന്ത്രിസഭയിൽ 49 പേരും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തു. അതിൽ ഒരാൾക്ക് അതിൽ വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും എന്താണ്, അവരതിനെ അംഗീകരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇതിനെയാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നും പറയുന്നത്. ഓക്കെ, അപ്പം ഇഫ് എനി മിനിസ്റ്റർ ഡിസഗ്രി വിത്ത് എ ക്യാബിനറ്റ് ഡിസിഷൻ ആൻഡ് ഈസ് നോട്ട് പ്രിപ്പയർഡ് ടു ഡിഫെൻഡ് ഇറ്റ്, ഹി ഓർ ഷീ മസ്റ്റ് റിസൈൻ. അതായത് ഇപ്പം നിർമ്മല സീതാരാമൻ പറയുന്ന ഒരു കാര്യത്തിനോട് നമ്മുടെ എസ് ജയശങ്കറിന് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കി എല്ലാ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അത് യെസ് പറയുന്നുണ്ടെങ്കിൽ എസ് ജയശങ്കർ എന്ത് ചെയ്യണം, റിസൈൻ ചെയ്യണം. ഇതാണ് സ്വിം ആൻഡ് സിങ്ക് ടുഗദർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ക്യാബിനറ്റ് എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ മന്ത്രിസഭ എടുക്കുന്ന ഒരു തീരുമാനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു മന്ത്രി വരികയാണെങ്കിൽ അയാൾ റിസൈൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. BR അംബേദ്കർ റിസൈൻ ചെയ്തിട്ടുണ്ട്, CD ദേശ്മുഖ് റിസൈൻ ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ആരിഫ് മുഹമ്മദ് നമ്മുടെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് എന്ത് ചെയ്തിട്ടുണ്ട്, റിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, പിന്നെ ഞാൻ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആർട്ടിക്കിൾ 75 കീഴിലാണ് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ടേം വല്ല ക്വസ്റ്റ്യൻ പേപ്പറിലോ വല്ല ഗൈഡിലോ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അയ്യോ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി മാത്രമല്ലേ ഉള്ളൂ, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ആർട്ടിക്കിൾ 75 ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നോർക്കുക. Okay, Article 75 also contains the principle of individual responsibility. അതായത് it states that the minister hold office during the pleasure of president, which means that the president can remove a minister even at the time when council of ministers enjoy the confidence of the Lok Sabha. അതായത് individual responsibility എന്ന് പറയുന്നത് നമുക്കറിയാം, ലോക്സഭയിൽ ഒരു മന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കിയിട്ട് ഒരു മന്ത്രി വീണാലാണ് ലോക്സഭയിൽ മന്ത്രിസഭ മൊത്തത്തിൽ വീഴാൻ പോകുന്നത്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം ഞാൻ ഇവിടുത്തെ വിദേശകാര്യ മന്ത്രിയാണെന്ന് വെക്കുക, എൻ്റെ പോളിസി ഒന്നും ശരിയല്ലെങ്കിൽ എന്നെ നൈസായിട്ട് എന്ത് ചെയ്യും, പ്രസിഡൻറ്റ് മാറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ക്യാബിനറ്റിലെ ഒരു തീരുമാനത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്നെ മാത്രമായിട്ട് എന്ത് ചെയ്യും, മാറ്റും. ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ അതിൽ തന്നെയുണ്ട്. പക്ഷേ ഒരാൾ മാത്രം ഇതിനോട് എതിർക്കുന്ന മന്ത്രി, നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്ന് ഇതിനെയൊക്കെ എതിർക്കുകയാണെങ്കിൽ നമ്മളെ നൈസായിട്ട് അവർ മാറ്റും. അപ്പം
ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പായിട്ട് മന്ത്രിസഭയിൽ നിൽക്കുമ്പോൾ തന്നെ അതിൽ ഒരാൾക്ക് മാത്രം ഒരു 10 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഒരാൾക്ക് അതിനോട് വിഭിന്ന അഭിപ്രായമാണെങ്കിൽ ആ വ്യക്തിക്ക് റിസൈൻ ചെയ്തു പോകാം. അല്ലെങ്കിൽ 10 പേരുള്ള ഒരു ഗ്രൂപ്പിൽ മന്ത്രിസഭയിൽ ഒരാൾ മാത്രം അവരുടെ മന്ത്രിസഭയുടെ ബഹുഭൂരിപക്ഷം വരുന്ന തീരുമാനത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ പ്രസിഡന്റ് ആ വ്യക്തിയെ ആ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് മാറ്റും. അതുകൊണ്ട് മന്ത്രിസഭ താഴെ വീഴത്തില്ല. പക്ഷേ അവിശ്വാസ പ്രമേയം പാസ്സായാൽ മറ്റ് ഓപ്പോസിഷനിലുള്ളവരാണ് ഇത് ചൂണ്ടിക്കാണിച്ച് ഒരാളെ താഴെ ഇറക്കുന്നതെങ്കിലാണ് ആ ഒരു മന്ത്രിസഭ താഴെ വീഴുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഒരാളെ താഴെ ഇറക്കുമ്പോൾ അവിശ്വാസ പ്രമേയം വഴി ഒരാൾ താഴെ ഇറങ്ങി ഇയാൾ ബാക്കി മന്ത്രിസഭയും കൂടെ എന്ത് ചെയ്യും, താഴെ വീഴും. അതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അവനവൻ്റെ കയ്യിലിരിപ്പിന് അവനവൻ്റെ സ്വന്തം ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ പുറത്താക്കുമ്പോൾ അത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അവനവൻ്റെ കയ്യിലിരിപ്പിന് പുറത്തുള്ളവർ നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. പിന്നെ നോ ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് ഒരു മന്ത്രി ഒരു ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മന്ത്രി ഒരു ബില്ല് മുന്നോട്ട് കൊണ്ടുവന്ന് അത് നിയമമാക്കുമ്പോൾ ആ നിയമത്തിന് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ വിരുദ്ധമാണ് ആ നിയമമെങ്കിൽ അത് ഒരിക്കലും ആ മന്ത്രിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അങ്ങനൊരു സംഭവമുണ്ട്. അതായത് ഇൻ ഇന്ത്യ ഓൺ ദ അതർ ഹാൻഡ് ദർ ഈസ് നോ പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ സിസ്റ്റം ഓഫ് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ മിനിസ്റ്റർ. അതായത് നമ്മുടെ ഒരു നിയമം എന്തെങ്കിലും തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നൊരു നിയമം അബദ്ധവശാലോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു മിനിസ്റ്റർ പാസ്സാക്കുകയാണെങ്കിൽ ആ മിനിസ്റ്ററിനെതിരെ ഒരിക്കലും ലീഗൽ റെസ്പോൺസിബിലിറ്റി, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമായിട്ടുള്ള നിയമം പാസ്സാക്കുമല്ലേ അല്ലെങ്കിൽ നിയമം മുന്നോട്ട് വയ്ക്കുമല്ലേ, മിനിസ്റ്റർ അല്ലേ, ഇവർ മിനിസ്റ്റേഴ്സൊക്കെയാണ് കൂടുതലും നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അവരുടെ നിയമങ്ങളാണ് അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ബില്ലാണ് കൂടുതലും പാസ്സാകുന്നത് ലോക്സഭയിൽ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവർക്കില്ല. അവരവർ കൊണ്ടുവരുന്ന നിയമത്തിൻ്റെ പുറത്തുള്ള ലീഗൽ റെസ്പോൺസിബിലിറ്റി ഇവർക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പം ആ ഒരു കോടതിയിൽ ആ ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്നുള്ളതും കൂടെ ഓർക്കുക. അത്രേ ഉള്ളൂ. അപ്പം ക്യാബിനറ്റും കൗൺസിൽ ഓഫ് മിനിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അത് ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് ചെറിയൊരു വീഡിയോയിൽ തന്നെ തീരും. അതോടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തീരും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് 163-ലും 164-ലുമാണ് സ്റ്റേറ്റിൻ്റേത് പറയുന്നത്. ഞാനത് നോട്ടായിട്ട് സൈഡിൽ എഴുതി ചേർത്തോളാം. സ്റ്റേറ്റിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്, സെൻറ്ററിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇതിൻ്റെ ആർട്ടിക്കിൾസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം ഈ ക്ലാസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.